ഞാനൊരു റൗണ്ട് വന്നപ്പോൾ ഇവിടെ വർക്ക് കുറേ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്ക, കാച്ചില്, വയലറ്റ് കാച്ചില്, കസ്കസ്, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ സംസാരിച്ചിരുന്നു അല്ലേ കഴിഞ്ഞ റൗണ്ടിലൊക്കെ. അതെ, ട്രിവാൻഡ്രം ആണെന്ന് അറിയാം, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. വീട്ടില് മോളുണ്ട്, സോറി മോനുണ്ട്, ഹസ്ബൻഡുണ്ട്, മോള് മരിച്ചിട്ടുന്ന് 3 മാസം. മോൾക്ക് വേണ്ടിയിട്ടാണ് വന്നു. വെരി സോറി. ഓക്കെ, നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. മോൾക്കാണ് ഞാൻ മത്സരത്തിന് പോകുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം. എല്ലാ പാചകത്തിനും അവളാണ് എല്ലാം പാക്ക് ചെയ്ത് വിടുന്നത്. അപ്പോൾ പെട്ടെന്ന് ബ്രെയിൻ ട്യൂമറായിരുന്നു. 2021 കണ്ടുപിടിച്ചു. 3 മാസമേ പോത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. 5.5 വർഷം പൊന്നുമോളെയും കൊണ്ട് ഒരു വേദന പോലും അറിയിക്കാതെ ഞാൻ കൊണ്ടുപോയി. സഡനായിട്ട് 2 ആഴ്ച ഞാൻ അവൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ട്, എന്നോട് ഡോക്ടർ പറഞ്ഞു ഒന്നും പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രതീക്ഷയിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എൻ്റെ കുഞ്ഞിനെ 3 മാസം എന്നുള്ളത് കുറേ വർഷങ്ങളോളം കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഞാൻ എൻ്റെ കുഞ്ഞിന് എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഞാൻ അവൾക്ക് വേണ്ടി സാധിച്ചു കൊടുത്തു. എല്ലാ രാജ്യങ്ങളിലും വീൽ ചെയറിലിരുത്തി ഞാൻ കൊണ്ടുപോയി. ലാസ്റ്റ് മലേഷ്യ, സിംഗപ്പൂർ പോയിട്ട് വന്ന് ഒരാഴ്ച കൂടെ കഴിഞ്ഞ് വിയറ്റ്നാമിലേക്ക് കൊണ്ടുപോയി. പക്ഷേ എനിക്കറിയാം, ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി 2 ആഴ്ച മാക്സിമം പോയില്ല എന്ന് പറഞ്ഞു. പക്ഷേ വിയറ്റ്നാമിലേക്കും കൂടി ഞാൻ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 25 വയസ്സുണ്ട്. ഭയങ്കര സുന്ദരിയ, തറവര മുടിയും എല്ലാ അർത്ഥത്തിലും അവള് ഭയങ്കര ഒരു മോള. ആർക്കും ഇതുപോലൊരു പൊന്നുമോളെ കിട്ടത്തില്ല. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അവൾക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ മത്സരത്തിന് പോകണം. അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അവൾ BHM സ്റ്റുഡൻ്റ് ആയിരുന്നു. അതായിരുന്നു. ഒരു മോളും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആ മോള് എൻ്റെ കൈ തന്നിട്ട് പോയി. ആ മോൾക്ക് അമ്മയില്ല. ഇവർ 2 ഒന്നിച്ച് പഠിച്ചതാ. ആ മോളെ എൻ്റെ കൈ തന്നിട്ട് പോയി. ആ മോള് ഹയാത്തിലെ മാനേജറാണ്. BHM കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് റാങ്ക് കാര്യമാണ്. ഇപ്പം ഇന്നലെ എല്ലാം രാവിലെ ഉണ്ടായിരുന്നു. ഇച്ചിരി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല, രാത്രിയിൽ വൈകിപ്പോയത്. അപ്പോൾ ആ മോളും മോനുണ്ട് കൂടെ. മോൻ വന്നിട്ടുണ്ട്. അവൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയതാ. പക്ഷെ അവൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്, അവളുടെ മനസ്സിൽ അവളുടെ അമ്മയാണ് സൂപ്പർ വുമൺ. എപ്പോഴും പറയും എൻ്റെ അമ്മയാ എൻ്റെ സൂപ്പർ വുമൺ, അവളുടെ റോൾ മോഡൽ അമ്മയാ. എപ്പോഴും ഏഞ്ചലാ, എൻ്റെ അമ്മ ഏഞ്ചലാന്ന് പറയും. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ലാസ്റ്റിൽ ഒരു 2 ആഴ്ച മുമ്പേ ഫുൾ അവളെ കല്യാണ പെണ്ണെ പോലെ ഒരുക്കി ഹോട്ടലിൽ വെച്ചിട്ട് എല്ലാവരെയും വിളിച്ച് ഫങ്ഷൻ നടത്തി. അറിയാലോ. പ്ലീസ്.
പറയാനില്ലേ? ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് മോളെയും കൊണ്ട് വെല്ലൂർ ഹോസ്പിറ്റൽ വരെ പോയി. എവിടെയെങ്കിലും ഒരു പ്രതീക്ഷ എനിക്ക് കിട്ടുമെങ്കിലോ. പക്ഷെ ഒരു സെക്കൻഡ് പോലും അവൾക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് അവൾ എന്നോട് കാണിച്ചിട്ടില്ല. എന്ത് അസുഖമെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. കീമോയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞിട്ടും അവൾ കരഞ്ഞിട്ടില്ല. അവൾ എൻ്റെ മുന്നിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. അങ്ങനെ മുടി മുട്ടയടിച്ചപ്പോഴേക്കും ഡോക്ടർ അവളോട് പറഞ്ഞു ഇനി മുടി വളരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ജീവനോട് ഇരിക്കുമെങ്കിൽ നിൻ്റെ മുടി വളർത്തി തരും എന്ന് പറഞ്ഞു. ആ ഡോക്ടറുടെ മുന്നിൽ തന്നെ താഴറ്റം വരെ വളർത്തി ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇല്ല അറിയണ്ട. ഓക്കെ, ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇതെല്ലാം മോളെന്തായാലും ഒപ്പമുണ്ട്. ഓക്കെ, ഡോണ്ട് വറി. അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അവൾ BHM പഠിച്ചു കഴിഞ്ഞിട്ട്, അവൾക്ക് മലയാളം അറിയില്ല, ആർമി സ്കൂളിലാണ് പഠിച്ചതെല്ലാം. BHM പഠിച്ചു കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് അമ്മയ്ക്കൊരു ഹോട്ടലിൽ ഇട്ട് തരണം, അമ്മ അറിയപ്പെടുന്ന ഷെഫ് ആവണം. അമ്മയ്ക്ക് ഷെഫാകണത് വലിയ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എവിടെ പോകുമ്പോഴെല്ലാം പാക്ക് ചെയ്ത് തരും. മരിക്കുന്നതിന് മുന്നേ തന്നെ അനിയനുള്ള എല്ലാ സാധനങ്ങളും അവൻ്റെ ഓരോ പെൻസിൽ തൊട്ട് റബ്ബർ തൊട്ട് അവന് ചെയ്യാനുള്ള പ്രോജക്റ്റ് വരെ അവൾ ഫയൽ ചെയ്ത് പോയി. എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു ബുക്കിനുള്ള ഫുള്ളും അമ്മയെക്കുറിച്ചിട്ടുള്ള കുറേ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ രണ്ടെങ്കിലും വെച്ചിറങ്ങിയതാ. അവൾക്ക് ഏറ്റവും സന്തോഷമുള്ളതാണ് ഞാനിങ്ങനെ വരുന്നത്. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. പ്ലീസ്